സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ്. ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടിയെന്നുള്ള വിവരം വരുന്നു. മഷികല്ലയിൽ സ്വദേശി രവിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീട് പൂർണ്ണമായും തകർന്നു. രവിയും മകനും രക്ഷപ്പെട്ടു. രവിയുടെ ഭാര്യയെ കാണാതായി. കൊക്കയാറിൽ 6 വീടുകളിൽ വെള്ളം കയറി. കൊല്ലക്കയാർ കരകവിഞ്ഞു. കൊക്കയാർ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി. നേര്യമംഗലം വനമേഖലയിൽ അതിശക്തമായ മഴ. ദേശീയപാതയിൽ ചാക്കോച്ചി വളവിന് സമീപം റോഡിലേക്ക് വൻ പാറ പതിച്ചു. വാഗമൺ കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. രാഹുൽ സുരേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള വിവരം ലഭിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കീർത്തന, ഇന്നലെ രാത്രി ആരംഭിച്ച ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉള്ളത് ഇടുക്കിയിലെ ചപ്പാത്തിലാണ്. ഈ കട്ടപ്പനയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ഏക ആശ്രയമായിട്ടുള്ള വഴിയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചപ്പാത്ത് പാലത്തിന് സമീപം വലിയ രീതിയിൽ വെള്ളം ഉയർന്നിരിക്കുന്നു. പെരിയാറ് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചപ്പാത്തിലെ സമീപമുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന പെരിയാറാണ് കാണുന്നത്. ഇപ്പോൾ ഈ രാത്രിയിൽ ആരംഭിച്ച മഴ തുടരുന്നുണ്ട്. പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഇവിടെ വെള്ളം ഉയർന്നതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ചേട്ടാ, എപ്പോഴാണ് വെള്ളം ഉയർന്നത്? രാത്രിയാണോ? രാത്രി ഞങ്ങൾ 4 മണിക്ക് ഇവിടെ എത്തി. 4 മണിക്ക് എത്തുമ്പോൾ ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പം എത്ര ഇതല്ലായിരുന്നു. പിന്നെയും വെള്ളം കൂടുക. വീടുകളിലുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും മാറിയിട്ടുണ്ട്. പിന്നെ സാധനമൊക്കെ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിലുള്ള അവിടെയൊക്കെ സാധനം ഉണ്ടായിരുന്നു. ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ക്യാമ്പുകളും തുറന്നിട്ടുണ്ടോ? അതോ ബന്ധുക്കളുടെ വീട്ടിൽ ക്യാമ്പുകൾ തുറന്നതായിട്ട് ഇപ്പോൾ തോന്നുന്നു. വെളുപ്പിനല്ലേ, അതുകൊണ്ട് അങ്ങനെ തുറന്നായിട്ട് അറിഞ്ഞില്ല. പക്ഷെ ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്. കീർത്തന, ഈ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ബന്ധു വീടുകളിലേക്ക് ആളുകളെ മാറ്റുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കാണ് ഇത്രയും രീതിയിൽ വെള്ളം ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും വെള്ളം ഉയരും. ഒരുപക്ഷെ ഈ കാണുന്ന പാലം വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷേ ഇപ്പോഴും മഴ തുടരുന്നതാണ് ആശങ്കയായി മാറുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, 2 ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായി 2 പേരെ കാണാതായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് തൊടുപുഴയ്ക്ക് സമീപമുള്ള കുടയത്തൂർ പഞ്ചായത്തിലെ അടൂർ മലയിലാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അടൂർ മലയിൽ ഒരു വീടിന് മുകളിലേക്ക് മഷികല്ലയിൽ രവിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വീട്ടിന്റെ അകത്തുണ്ടായിരുന്ന രവിയും മകനും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ രവിയുടെ ഭാര്യ സുമതിയെ കാണാനില്ല എന്നാണ് രവി തന്നെ പറയുന്നത്. അപ്പോൾ മണ്ണിനടിയിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടെന്ന സംശയമാണുള്ളത്. ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ശക്തമായിട്ടുള്ള മഴയുണ്ട്. മലവെള്ളപ്പാച്ചിൽ ഈ പ്രദേശത്ത് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടാനും രക്ഷാപ്രവർത്തനം നടത്താനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും മൂലമറ്റത്തു നിന്നും തൊടുപുഴയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം ഈ അടൂർ മലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാണാതായിട്ടുള്ള സുമതിയെ കണ്ടെത്താനുള്ള ശ്രമം അവിടെ തുടരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ കൊക്കയാറിൽ 6 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വെള്ളം കയറിയ 6 വീട്ടിലെ ആളുകളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുല്ലകയാറ് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കൊക്കയാറിലെ ചപ്പാത്ത് വെള്ളത്തിനടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. നേര്യമംഗലം വനമേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ദേശീയപാതയിൽ പലയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചാക്കോച്ചി വളവിന് സമയം റോഡിലേക്ക് വലിയൊരു പാറക്കഷ്ണം ഉരുണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സംഭവമുള്ളത് വാഗമൺ കോലാഹലമേട്ടിലാണ്. കോലാഹലമേട്ടിലും ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ആ വീടും പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. ആ വീട്ടിലുള്ള ഒരാളെ കാണാതായിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് അവിടെ നിന്നും ലഭ്യമാവുന്നത്. മറ്റൊരു കാര്യം, ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലാണ്. ആ റോഡും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇടുക്കി ചപ്പാത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലാണ്. പെരിയാറ് കരകവിഞ്ഞൊഴുകിയതോടെയാണ് ഈ കാണുന്ന വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നത്. വീടിനകത്തുള്ള സാധനങ്ങൾ മാറ്റാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ആളുകളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആളുകളുടെ കുറച്ച് പ്രതികരണത്തിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു. ചേട്ടാ, ഇപ്പൊ ഇവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഇവിടെ ഏകദേശം ആളുകളെയൊക്കെ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ വീടിന്റെ ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. യാറിന്റെ തീരത്ത് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കുറേയധികം ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയല്ലേ. നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, നമസ്കാരം. ഇടുക്കിയിൽ പലയിടത്തും ശക്തമായ മഴയാണ്. പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു.
ഈ അപകടമുണ്ടായ മേഖലയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപകടം ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് നിന്നും ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പം അപകടം ഉണ്ടായത് ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വീട് പൂർണ്ണമായിട്ടും ഒലിച്ചുപോയി. ആ വീട്ടിലെ വീട്ടമ്മയായിട്ടുള്ള സുമതിയാണ് കാണാതായിട്ടുള്ളത്. ഗ്രഹനാഥനായിട്ടുള്ള രവിചേട്ടൻ അദ്ദേഹം രക്ഷപ്പെട്ടു. മകൻ രതീഷും അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. 2 മണിക്കാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പം ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ അറിഞ്ഞ് ആണ് ഇവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഗ്രഹനാഥ സുമതി എന്ന് പറയുന്ന വീട്ടമ്മയെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ഇപ്പൊ സംഭവ സ്ഥലത്തുണ്ട്. ഇവിടെ ഇപ്പം റവന്യൂ, ഫയർഫോഴ്സ്, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും എത്തിയിട്ടുണ്ട്. NDRFന്റെ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ തിരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളിലേക്കായി വരുന്നു. JCB ഉൾപ്പെടെയുള്ള ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ വാഹന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അത് ദുഷ്കരമാവുമോ? രക്ഷാപ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള സംശയമില്ല. കാരണം അതൊരു തീർത്തും മലമ്പ്രദേശം തന്നെയാണ്. ഈ വാഹനങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു താമസം എന്തായാലും വേണ്ടിവരും. എന്നാലും ഒരു 6:30 തെരച്ചിൽ ആരംഭിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 ഇപ്പോൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. ഒന്ന് വാഗമണിൽ, ഒന്ന് ഈ 2 പേർ രക്ഷപ്പെട്ട ആ ഇടത്തുകൂടി. ഞാനിവിടെയാണ് ഉള്ളത്, കുടയത്തൂർ അരുവമലയിലാണ്. ഇവിടെയാണ് ഒരാളെ കാണാതായി നിൽക്കുന്നത്. രക്ഷപ്പെട്ട സ്ഥലം ഇതൊരു ഉരുൾപൊട്ടലാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു 6:30 മണിയോടുകൂടി കുറച്ചുകൂടി ഞങ്ങളെല്ലാവരും ഇപ്പൊ സംഭവ സ്ഥലത്തുണ്ട്. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ? ചെറിയ തോതിൽ ആരംഭിച്ചു വരുന്നുള്ളൂ. കാരണം ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ഇവിടെ മഴ ശക്തി പ്രാപിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മാത്രമല്ല, 9:30 മണിക്കാണ് ഇപ്പോൾ തൊടുപുഴ താലൂക്കിൽ പല മേഖലയിലും ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായത്. അത് ഏകദേശം ഒരു 4-4.5 മണിക്കൂർ സമയത്തേക്ക് ആ മഴ തുടർച്ചയായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു 3 മണിയോട് കൂടിയിട്ടാണ് മഴയൊന്ന് ശമിച്ചത്. 9:00 കൂടി ആരംഭിച്ച മഴ. അപ്പൊ ആ ഒരു തലത്തിൽ ആയി വരുന്നു എന്നുള്ളതാണ്. തൊടുപുഴ താലൂക്കിലാണ് ഇന്നലെ രാത്രിയോടുകൂടി മഴ ഹൈറേഞ്ച് പ്രദേശങ്ങളിലേക്ക് അത്ര കണ്ട് ശക്തി പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺട്രോൾ റൂമിന്റെ അറിയിപ്പും ആ ഒരു തരത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മഴ തുടരുകയാണ്. ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തുടർ നടപടികൾ, സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്? ഇവിടെ റെഡ് അലർട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കിട്ടുന്ന അറിയിപ്പ്. ഏതായാലും കാലാവസ്ഥാ പ്രവചനം അനുസരിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ആയി വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ എല്ലാ സ്ഥലത്തും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കപ്പെട്ടതാണ്. അപ്പോൾ ആവശ്യമനുസരിച്ചുള്ള ക്യാമ്പുകൾ തുറക്കാൻ, അതനുസരിച്ച് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികളെല്ലാം ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ പരമാവധി ദുരന്ത ലഘൂകരണവും അതോടൊപ്പം തന്നെ ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആളപായം, അത്യാഹിതങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പുകൾ, അതിനനുസരിച്ചുള്ള മറ്റ് സംഗതികളൊക്കെ ആയിട്ടുണ്ട്. തീക്കോയിലും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നല്ലേ? അവിടെ മണ്ണിടിച്ചിലുണ്ട്. റോഡ് ഇടാൻ തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി ഡീൻ കുര്യാക്കോസ് MP അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കനത്ത മഴയാണ് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന 5 ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂറിലേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീക്കോയിൽ 2 ഉരുൾപൊട്ടിയെന്നുള്ള വിവരം വരുന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിലേക്ക് റെഡ് അലേർട്ട് തുടരും. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. മണിക്കൂറിൽ 50 മുതൽ 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.